ഏവർക്കും ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷിൽ സ്വയം ചിന്തിച്ചു തുടങ്ങാൻ ചില മെത്തേഡുകൾ ഡെയിലി പ്രാക്ടീസിലൂടെ സ്വയം ഇംപ്രൂവ് ചെയ്ത് വളരെ വേഗത്തിൽ ഫ്ലുവൻസി നേടിയെടുക്കുവാൻ കഴിയും. എന്നാൽ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. കൃത്യമായ ഗൈഡൻസ് ഇല്ലാതെ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്നത് തുടക്കത്തിലെ ക്വൈറ്റ് ഡിഫിക്കൽട്ടായി തോന്നും. ആക്ച്വലി ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ എങ്ങനെ പറയണമെന്ന് ചിന്തിച്ച് തുടങ്ങുന്നത്. കാരണം ആദ്യം ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ എത്രയും വേഗം പഠിക്കണം എന്ന ചിന്തയിലാണ് പഠിച്ചു തുടങ്ങുക. അത്തരം സാഹചര്യത്തിൽ തിങ്ക് ഇൻ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാകില്ല. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയാൽ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവർക്കും ബിഗിനേഴ്സിനും ഈസിയായി തിങ്ക് ഇൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാവുന്നതേയുള്ളൂ. എന്താണ് തിങ്ക് ഇൻ ഇംഗ്ലീഷ് കൊണ്ട് കാര്യമാക്കുന്നത്? എനിക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം മനസ്സിലാക്കുവാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം അറിയാം. ഇവ ഉപയോഗിച്ച് നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങളെ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ആയി കൺവേർട്ട് ചെയ്ത് ചിന്തിക്കുക, പറഞ്ഞു ശീലിക്കുകയോ ചെയ്യുന്നതിനെയാണ് തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ചിന്തയിൽ എന്താണോ വരുന്നത് അതിനെ ഇംഗ്ലീഷ് സെൻറ്റൻസുകളായി കൺവേർട്ട് ചെയ്യുക. തിങ്ക് ഇൻ ഇംഗ്ലീഷ് വളരെ എഫക്റ്റീവായി പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുവാൻ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് മിസ്റ്റേക്കുകൾ വരുന്നതെന്ന് ശ്രദ്ധിക്കുക. തിങ്ക് ഇൻ ഇംഗ്ലീഷിന് ഏറ്റവും അത്യാവശ്യമായ കാര്യം ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ പ്രാക്ടീസിലൂടെ മാത്രമേ ഇവ ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവ പ്രാക്ടീസ് ചെയ്യേണ്ടത് സിമ്പിൾ സെൻറ്റൻസുകളിൽ ചിന്തിച്ചു തുടങ്ങി വേണം ഇവ പ്രാക്ടീസ് ചെയ്യുവാൻ. നമുക്ക് തിങ്ക് ഇൻ ഇംഗ്ലീഷ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. തിങ്ക് ഇൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന പ്രോബ്ലം ആയിരിക്കും മിക്ക ആൾക്കാർക്കും ഫേസ് ചെയ്യുക. ഇത്തരം പ്രോബ്ലങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതാണ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ പറ്റാതെ അവ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഒന്നാമതായി തിങ്ക് ഇൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്നാമതായി നേരിടുന്ന പ്രശ്നം സബ്ജക്റ്റ് മാറിപ്പോകുന്നതാണ്. അതായത് ഐ, യു, വി, ദേ, നെയിംസ്, ഹി, ഷി, ഇറ്റ്, നെയിം എന്നിവ. ഈ 9 സബ്ജക്റ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവ മാറിപ്പോവാൻ തുടക്കത്തിൽ സാധ്യതയുണ്ട്. പ്രധാനമായും മാറിപ്പോകുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിലാണ്. ഡു, ഡസ്, ഈസ്, ആർ, ഹാവ്, ഹാസ്, വാസ്, വെയർ, ഹാവ് ബീൻ, ഹാസ് ബീൻ ഇവ കൂടാതെ ഓക്സിലറി വെർബുകളായ നീഡ്, ഡെയർ എന്നിവയിലുമാണ് ചേഞ്ചുകൾ വരുന്നത്. ഡു ഉപയോഗിക്കേണ്ടുന്ന സ്ഥാനത്ത് ഡസ് ഉപയോഗിക്കുക. ഈസ് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ആർ വരിക. ഹവ് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഹാസ് വരിക. വാസ് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് വെയർ വരിക. ഹാവ് ബീൻ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഹാസ് ബീൻ ഉപയോഗിക്കുക. ഇതുപോലെ നീഡ് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് നീഡ്സ് ഉപയോഗിക്കുക. ഡെയർ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഡെയർസ് ഉപയോഗിക്കുക. ഇവയൊക്കെയാണ് തിങ്ക് ഇൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ ഓർത്തെടുക്കുവാൻ പറ്റാതെ വരുന്നത്. ഇതിൽ ഏതാണോ മാറിപ്പോകുന്നത് അവ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഇവ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഐ, യു, വി, ദേ, നെയിംസ് എന്നിവ ഒരു ഭാഗമായും ഹി, ഷി, ഇറ്റ്, നെയിം എന്നിവ മറ്റൊരു ഭാഗമായും പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ചേഞ്ചുകൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. തിങ്ക് ഇൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ രണ്ടാമതായി നേരിടുന്ന പ്രശ്നം ഓക്സിലറി വെർബുകൾ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയി ഓർത്തെടുക്കുവാൻ അല്ലെങ്കിൽ പ്രോപ്പറായി ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതാണ്. ഉദാഹരണമായി നീ തീർച്ചയായും പോകണം എന്ന വാചകത്തിലേക്ക് ശ്രദ്ധിച്ചാൽ ഇതിൽ ഇംഗ്ലീഷിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കുവാൻ പറ്റാതെ വരുന്നത് തീർച്ചയായും എന്ന വാക്കായിരിക്കും. നീ എന്നത് യു ആണെന്നും പോകണം എന്നത് ഗോ ആണെന്നും നമുക്ക് അറിയാം. പക്ഷെ തീർച്ചയായും എന്നത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ യുവും ഗോയും അറിയാവുന്നതിനാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് തീർച്ചയായും എന്ന വാക്കിലാണ്. തീർച്ചയായും എന്നതിന് മസ്റ്റ് എന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുന്നത്. അതായത് നീ തീർച്ചയായും പോകണം എന്നതിന് യു മസ്റ്റ് ഗോ എന്നാണ് പറയുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. നിനക്ക് സംസാരിക്കുവാൻ കഴിയും. നിനക്ക് സംസാരിക്കാൻ കഴിയും എന്ന വാചകത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ നിനക്ക് എന്നത് യു എന്ന് അറിയാം. സംസാരിക്കുവാൻ എന്നതിന് പൊതുവായി അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് സ്പീക്ക് ആണെന്നും മനസ്സിലായി. പിന്നീട് നമുക്ക് ഒന്നെങ്കിൽ സ്റ്റക്ക് വരുന്നത് അല്ലെങ്കിൽ ഓർത്തെടുക്കുവാൻ കഴിയാതെ വരുന്നത് കഴിയും എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കുക എന്നതാണ്. കഴിയും എന്നതിന് ക്യാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് സംസാരിക്കുവാൻ കഴിയും എന്നതിന് യു ക്യാൻ സ്പീക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾ തിങ്ക് ഇൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഗ്രാമറിൽ തീർച്ചയായും, കഴിയും എന്നിങ്ങനെ തുടങ്ങി നിരവധി സാഹചര്യങ്ങൾ ഉണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏത് സാഹചര്യമാണോ പെട്ടെന്ന് ഓർത്തെടുക്കുവാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുവാൻ കഴിയാതെ വരുന്നത് അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. മൂന്നാമതായി തിങ്ക് ഇൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ
ചിലർ നേരിടുന്ന പ്രശ്നം എന്നത് ചില വേർഡുകൾ പെട്ടെന്ന് ഓർത്തെടുത്ത് യൂസ് ചെയ്യാൻ കഴിയാതെ വരുന്നത് അല്ലെങ്കിൽ വൊക്കാബുലറികൾ ആണ്. നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാവുന്ന വാക്കുകൾ പലതും ചില അവസരങ്ങളിൽ പ്രോംപ്റ്റായി ഓർത്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റാതെ വരാറുണ്ട്. ഈ ഒരു കാര്യം തിങ്ക് ഇൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. ഇവയെ നിങ്ങൾ സാവധാനത്തിൽ ഓർത്തെടുത്ത് നിങ്ങളുമായി റിലേറ്റ് ചെയ്ത് സെന്റൻസുകൾ രൂപത്തിൽ എഴുതിയും പറഞ്ഞും പ്രാക്ടീസ് ചെയ്യുക. നാലാമതായി തിങ്ക് ഇൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലർ നേരിടുന്ന പ്രശ്നം എന്നത് ടെൻസുകൾ മാറിപ്പോകുന്നതാണ്. അതായത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഇവ മാറിപ്പോകുന്നത്. ഇവ മാറിപ്പോകാതിരിക്കുവാൻ നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ 3 ടൈമുകളിലായി സെറ്റ് ചെയ്ത് ഇപ്പോൾ നടക്കുന്ന കാര്യത്തെ അല്ലെങ്കിൽ സംഭവത്തെ ഫസ്റ്റ് പ്രസന്റ് എന്നും തൊട്ടു മുമ്പ് നടന്ന കാര്യത്തെ അല്ലെങ്കിൽ സംഭവത്തെ സെക്കൻഡ് പാസ്റ്റ് എന്നും അടുത്ത നിമിഷം നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ സംഭവത്തെ തേർഡ് ഫ്യൂച്ചർ ടെൻസ് എന്നും മനസ്സിൽ ചിന്തിച്ച് ഇവ പ്രാക്ടീസ് ചെയ്താൽ ടെൻസുകൾ മാറിപ്പോകുന്നത് മാറ്റിയെടുക്കുവാൻ കഴിയും. ഉദാഹരണമായി നിങ്ങൾ കുറച്ച് നേരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 11 മണിക്ക് തുടങ്ങി ഇപ്പോൾ 11:30 എന്ന് ഇമാജിൻ ചെയ്യുക. അത് പ്രസന്റ് ടെൻസ്. 11 മണിക്ക് തുടങ്ങിയ സമയത്ത് പാസ്റ്റ് ടെൻസ് എന്നും ഇതേ കാര്യം തന്നെ 11:35 പഠിക്കാൻ പോകുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. അത് ഫ്യൂച്ചർ ടെൻസ്. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. തിങ്ക് ഇൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കക്കാരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ ടെൻസുകൾ മാറിപ്പോകുന്നത് കുറയ്ക്കുവാൻ ഈ ഒരു പ്രാക്ടീസ് വളരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ തിങ്ക് ഇൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാന 4 ഒബ്സ്റ്റക്കിളുകൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇവ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ സിമ്പിൾ സെന്റൻസുകൾ ആക്കി ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്യുവാൻ ശ്രമിക്കുക. 5ാമത്തെ കാര്യം എന്നത് നിങ്ങൾ വീട്ടിൽ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള വസ്തുക്കളെ നോക്കി അല്ലെങ്കിൽ ഒരു സംഭവത്തെ നോക്കി സെന്റൻസുകൾ നിർമ്മിച്ച് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ യാത്രയിൽ കാണുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ നോക്കി സെന്റൻസുകൾ ആക്കി നിർമ്മിക്കാം. അതുപോലെ നിങ്ങളുടെ ജോലിയെ റിലേറ്റ് ചെയ്തും ഒരു ഫംഗ്ഷനിൽ ആയിരിക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യങ്ങളെ റിലേറ്റ് ചെയ്ത് സെന്റൻസുകളാക്കി പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുവാൻ പോകുന്നത് വരെയുള്ള കാര്യങ്ങളെ ഓർത്തെടുത്ത് ഇംഗ്ലീഷുകൾ ആയി പറഞ്ഞും എഴുതിയും ശീലിക്കുക. എസ്പെഷ്യലി റൈറ്റിംഗ് പ്രാക്ടീസ് മസ്റ്റായി ചെയ്യണം. നിങ്ങൾക്ക് തിങ്ക് ഇൻ ഇംഗ്ലീഷ് ഈസിയായി തീരുകയും വളരെ ഫാസ്റ്റായി ഇംഗ്ലീഷ് ഫ്ലുവൻസി നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.